യു എസിലുള്ള പാക് സിലിക്ക എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഇന്ത്യ കൈകോർക്കുകയാണ്. അതോടുകൂടി ഇന്ത്യ പാക് സിലിക്ക ക്ലബിലേക്ക് അംഗമാകും എന്നും മനസ്സിലാക്കുന്നു. റയർ എർത്ത് മിനറൽസ്, അതായത് അപൂർവ ധാതുക്കൾ, ഇതിൻ്റെ കാര്യത്തിൽ സമ്പന്നമാണ് ഇന്ത്യയെങ്കിലും അതിൻ്റെ എക്സ്ട്രാക്ഷൻ അല്ലെ അതിൻ്റെ കൂടുതൽ ഉൽപ്പാദനം ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നോട്ടാണ്. ഒരു പരാജയമാണ് എന്ന് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലൊരു മോണോപ്പൊളി, ഒരു കുത്തക ഇപ്പം ഇന്ന് ലോകം മുഴുവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ചൈനയാണ്. ഇത് പല വികസിത രാജ്യങ്ങൾക്കും ഒരു ഒരു തീരാ തലവേദനയായിട്ട് മാറിത്തീരുന്നുണ്ട്, പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്ത്യയുടെ കൂടി സഹകരണത്തോടു കൂടി ഈ റയർ എർത്ത് അപൂർവ ധാതുക്കളുടെ ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യയുടെ സഹകരണം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത്? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അപൂർവ ധാതുക്കളാൽ സമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ചൈനയോളം വരില്ലെങ്കിലും ലോകത്തെ അപൂർവ ധാതു റിസർവുകളിൽ, നിക്ഷേപങ്ങളിൽ 3-ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. ഇന്ന് ലോകത്തിൽ അപൂർവ ധാതുക്കളുടെ 90% വിപണനവും അതുപോലെ അതിൻ്റെ സമ്പുഷ്ടീകരണം, റിഫൈനിങ്ങും നടത്തുന്നത് ചൈനയാണ്. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കാരണം അമേരിക്കയ്ക്ക് പ്രതിരോധ മേഖലയിൽ തന്നെ വലിയ തിരിച്ചടി നേരിടുകയാണ്. കാരണം F-35 വിമാനം പോലും നിർമ്മിക്കണമെങ്കിൽ ഈ അപൂർവ ധാതുക്കളുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലകളിലെ, പ്രതിരോധ മേഖലകളിലെ, ഇലക്ട്രോണിക്സ് മേഖലകളിൽ, അതായത് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ നിർമ്മാണത്തിലെ, അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ, ഇലക്ട്രിക് വെഹിക്കിള് തുടങ്ങിയ എല്ലാ ആധുനിക ഉപകരണങ്ങളുടെ മേഖലകളിൽ വലിയ ഒരു പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ സാന്നിധ്യമുള്ള ഒരു ധാതുവാണ് ഈ അപൂർവ ധാതുക്കൾ. അപ്പോൾ അവയുടെ ദൗർലഭ്യം ലോകത്ത് അമേരിക്കയുടെ വിവിധ വ്യവസായ മേഖലകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതിനെ മറികടക്കാൻ അമേരിക്ക ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പാക് സിലിക്ക. ഈ പാക് സിലിക്ക എന്ന സംഘടന, അതിൽ G7 രാജ്യങ്ങളാണ് ഉള്ളത്. അതായത് എല്ലാ വികസിത രാജ്യങ്ങളും ഉണ്ട്. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടന്, ജർമ്മനി, ജപ്പാന്. അതിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഈ പാക് സിലിക്ക എന്നുള്ള സംഘടനയിലേക്ക് ഇന്ത്യയെ അവർ ക്ഷണിച്ചിരിക്കുകയാണ്, മെമ്പറാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വെറുതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ വ്യാപാര കരാർ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ പാക് സിലിക്കയിൽ എന്തിനാണ് ഇന്ത്യ ഉൾപ്പെടുത്തിയത്? കാരണം ഇന്ത്യക്ക് ഈ മേഖലയിൽ വലിയ പൊട്ടൻഷ്യലുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മൾ ഇതുവരെ ഭരിച്ചിരുന്ന പല സർക്കാരുകളും ഈ മേഖലയിലെ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു പോളിസി പോലുമില്ല. ഇതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ കരുതിയിരുന്നത്. അത് നമുക്കൊരു വലിയ തിരിച്ചടിയാണ്. ഇത് ഈ അപൂർവ ധാതുക്കളുടെ ഖനനം പണ്ടേ തുടങ്ങിയിരുന്നെങ്കിൽ, അതിൻ്റെ റിഫൈനിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ, നമ്മൾ ഇന്ന് ചൈനയ്ക്കൊരു ബദലായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ ലോകത്തിന് അത്യാവശ്യമുള്ള ഒരു രാജ്യമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ വലിയ ഒരു സ്വാധീനശേഷി ഉറപ്പിക്കാൻ അത് പറ്റുമായിരുന്നു. എന്തായാലും ശരി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായിട്ട് ഒരു വലിയ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് അപൂർവ ധാതുക്കളുടെ ഖനനത്തിനും അതുപോലെ അതിൻ്റെ റിഫൈനിങ്ങിനും മാർക്കറ്റിങ്ങിനും ഒക്കെ ആയിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 7280 കോടി രൂപയുടെ പദ്ധതി വിദേശ കമ്പനികളെ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുമെന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഇതിൽ കേരളത്തിനും വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മേഖലയാണ്. കാരണം ഇന്ത്യയിലെ ഈ ലൈറ്റ് റയർ എർത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അപൂർവ ധാതുക്കൾ കേരള തീരത്തുള്ള മോണോസൈറ്റ് മണലുകളിൽ ഇതിൻ്റെ സാന്നിധ്യം വലുതായിട്ടുണ്ട്. കേരളം കൂടാതെ തമിഴ്നാട്, അതുപോലെ ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ലൈറ്റ് റയർ എർത്ത് മിനറൽസിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ടുണ്ട്. അതായത് ഈ മിനറൽസ് എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടും നിയോഡൈമിയം, പാരാസിയോഡൈമിയം എന്നിങ്ങനെയുള്ള 2 അപൂർവ ധാതുക്കളാണ്. കൂടാതെ മറ്റു പല അപൂർവ ധാതുക്കളും കേരളത്തിലെ ഈ മോണോസൈറ്റ് മണലിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഹെവി റയർ എർത്തുകളായിട്ടുള്ള ഡൈസോപോറിയം തുടങ്ങിയവയും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. കേരളത്തിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ഒരു
2-3 ദിവസത്തിന് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ ഒരു ദേശീയ മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. കേരളത്തിന്റെ കടൽ തീരത്തുള്ള തോറിയം, അതായത് കരുനാഗപ്പള്ളി മുതൽ തോട്ടപ്പള്ളി വരെ ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരപ്രദേശത്തുള്ള തോറിയം ഈ വരുന്ന ദിവസങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ഊർജോൽപാദനത്തിനുള്ള ഒരു ധാതുവായിട്ട് മാറുകയാണ്. കേരളത്തിന് വലിയ സാധ്യതയാണ് ഇത് തുറന്നു തരുന്നത്. ആ തോറിയം മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ അപൂർവ ധാതുക്കളെല്ലാം തന്നെ കേരളത്തിൽ സാന്നിധ്യമുണ്ട്. ഇത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വികസനത്തിനും കുതിച്ചുചാട്ടത്തിനുമൊക്കെ പിന്നെ എന്താണ് റോ മെറ്റീരിയലായിട്ട് അടിസ്ഥാന ഘടകങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഈ മേഖലയിലുള്ള വ്യവസായങ്ങൾ വരാൻ തന്നെ ഒരു കാരണമാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള വ്യവസായങ്ങൾ, ഇലക്ട്രോണിക് വാഹനങ്ങൾ, അതുപോലെ പ്രതിരോധ മേഖലയിലെ പിന്നെ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ ഇൻഡസ്ട്രീസ്. ദൗർഭാഗ്യവശാൽ ഈ വ്യവസായങ്ങൾ ഒന്നും തന്നെ കേരളത്തിലില്ല. മിക്കവാറും കേരളത്തിൽ നിന്ന് എടുക്കുന്ന ഈ പറയുന്ന റോ മെറ്റീരിയൽസ് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഞാൻ ഈ പറഞ്ഞ പ്രതിരോധ വ്യവസായമൊക്കെ ഏറ്റവും അധികം ഉള്ളത് ഹൈദരാബാദ്, തെലങ്കാനയിലും പിന്നെ ആന്ധ്രയിലുമാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വാഹനങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ തമിഴ്നാടാണ്. അതുപോലെ ഹാർഡ്വെയർ ഇൻഡസ്ട്രീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കർണാടകയാണ്. അപ്പൊ ഈ കേരളത്തിന്റെ ധാതു, അവർക്കും ധാതു ഇതുണ്ട്, പക്ഷേ കേരളത്തിൻ്റെതാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ക്വാളിറ്റി ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാന ഘടകമായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള അസംസ്കൃത വസ്തുവായിട്ടുള്ള വ്യവസായം തുടങ്ങേണ്ടത് കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ആ ഒരു മുതൽ മുടക്കിന് സർക്കാർ മുൻകൈ എടുത്തിട്ട് വിദേശ കമ്പനികളെ കൊണ്ടുവരണം. അപ്പം ഇനി നമുക്ക് മുഖ്യ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അതായത് ഇന്ത്യ ലോകത്തിലെ ഈ അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ, റിസർവുകളുടെ, അതായത് ഇതിൻ്റെ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനമുള്ള രാജ്യമാണ്. പക്ഷേ ഇന്ത്യ ഇന്ന് അപൂർവ ധാതുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ 1% താഴെയാണ് ഇന്ത്യയുടെ സാന്നിധ്യം. ലോകത്തിലെ ഇതിൻ്റെ നിക്ഷേപത്തിൻ്റെ 9% ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പിന്നെ ഇത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന കാര്യത്തിൽ 1% പോലും നമുക്ക് കൺട്രോളില്ല. ചൈനയാകട്ടെ 90% ലോക മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്ഥിതിവിശേഷം. എന്തായാലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി, കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായിട്ടാണ് ഈ പദ്ധതിയെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിയായ HD കുമാരസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം ജനതാദൾ മന്ത്രിയാണ്, സഖ്യകക്ഷിയാണ് BJPയുടെ. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു പിന്നെ അതുപോലെ ഇന്ത്യയിലെ വ്യവസായികൾ, ഉദ്യോഗസ്ഥ പ്രമുഖരെ ഇവരെല്ലാം അടങ്ങുന്ന ഒരു സമ്മേളനം നടത്തിയിരുന്നു. അതിൽ വിദേശ കമ്പനികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ മേഖലയിൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് വളരെ ആശാവഹമായ പ്രതികരണം ആദ്യം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പാക്സിലിക്ക എന്ന ഒരു സംഘടന US ഉണ്ടാക്കിയിരിക്കുന്നത് ലോകത്തിൽ പിന്നെ ഈ അപൂർവ ധാതുക്കൾ ഉൾപ്പെടെയുള്ള സിലിക്കോണുകളുടെ സപ്ലൈ അത് സ്ഥിരപ്പെടുത്താനും അതുപോലെ അതിൻ്റെ ദൗർലഭ്യം ഉണ്ടാകാതിരിക്കാനും ടെക്നോളജിയുടെ കാര്യത്തിൽ രാഷ്ട്രങ്ങൾക്ക് പരസ്പരം സഹകരിക്കാനും ഒക്കെയുള്ള ഒരു സംഘടനയും ഒരു വേദിയായിട്ടാണ് ഈ പാക്സിലിക്ക എന്ന സംഘടന അമേരിക്ക രൂപം കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര മേഖലയിൽ ഒരുപാട് തർക്കങ്ങളുണ്ടെങ്കിലും ഈ സംഘടനയിലേക്ക് ഇന്ത്യയെ 2 കൈ നീട്ടി അമേരിക്ക സ്വീകരിച്ചത് നമ്മുടെ നാട്ടിലുള്ള ഈ നിക്ഷേപത്തിൻ്റെ, ഇതിൻ്റെ അപൂർവ ധാതുക്കളുടെ റിസർവിൻ്റെ ഒരു വലിപ്പം കണ്ടിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. ഈ വരുന്ന മീറ്റിങ്ങിൽ, ആദ്യത്തെ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അമേരിക്കയുമായിട്ടുള്ള മൊത്തം വ്യാപാര കരാറിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ഒരു ബാർഗനിങ്, ഒരു വിലപേശാനുള്ള ഒരു ആയുധമായിട്ട് വരെ നമുക്കിത് മാറാം. ഇത് ശരിക്കും ഇന്ത്യക്ക് ഒരു ലോട്ടറിയാണ്, ഇന്ത്യയുടെ ഈ അപൂർവ ധാതു ശേഖരം. അത് അത് ദൗർഭാഗ്യവശാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനെ ഒരു അസറ്റായിട്ട് കാണാതെ ഇത് വെറും ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കണ്ടാണ് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് വന്നിരുന്നത്. ഇതിൻ്റെ ഒരു പഴയ ഉദാഹരണത്തോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് പഴയ കാലത്ത് പാശ്ചാത്യ കപ്പലുകൾ
ഇന്ത്യയിലേക്ക് കൊണ്ട് ചരക്കിറക്കി വെച്ച് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നിട്ട് തിരികെ പോകുമ്പോൾ ഈ മണല് തീരപ്രദേശത്തുള്ള മണല് വാരി ഇട്ടുകൊണ്ട് പോകുവാൻ. അന്ന് അവർ പറഞ്ഞിരുന്നത് കപ്പലിന്റെ ഒരു ബാലൻസ് ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. പക്ഷെ പിന്നീട് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മോണോസൈറ്റ്, ഇൽമിനേറ്റ് തുടങ്ങിയ ഈ അപൂർവ ധാതുക്കളടങ്ങിയ മണല് അവർ തട്ടിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീടാണ് കേന്ദ്ര സർക്കാർ അത് നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങനെ വരെ പാശ്ചാത്യ ശക്തികൾ നമ്മളെ ചൂഷണം ചെയ്തിരുന്ന ഒരു കാലമാണ്. പക്ഷെ ഇതൊക്കെ ആയിട്ട് പിന്നെ 2000 വരെ ഇന്ത്യ ഭരിച്ച പല സർക്കാരുകൾക്കും ഇതൊന്നും തലയിൽ കയറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ അപൂർവ ധാതു ഖനനത്തിലും സംസ്കരണത്തിലും വിപണനത്തിലുമൊക്കെ ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ആ സമയങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കുകയും ചെയ്യാം. താങ്ക് യു.